ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഓടിയൊളിക്കരുത്. രഹസ്യ സങ്കേതങ്ങളുണ്ടാക്കി, മനസ്സിൽ രഹസ്യ സങ്കേതങ്ങളുണ്ടാക്കി മനസ്സിൽ നിങ്ങൾ ഒളിവിൽ പോകരുത്. അനേകർ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഓടിയൊളിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു യൗവനക്കാരനെ കണ്ടുമുട്ടി. അദ്ദേഹം തൻ്റെ സങ്കടങ്ങൾ എന്നോട് പങ്കുവയ്ക്കുമ്പോൾ പറഞ്ഞു, എനിക്ക് പൊതുസ്ഥലങ്ങളിലായിരിക്കുവാൻ ഇപ്പോൾ ഒട്ടും താല്പര്യമില്ല. ചർച്ചിൽ പോകുമ്പോൾ എങ്ങനെയെങ്കിലും വീട്ടിൽ പോയി തനിയിരിക്കണമെന്നാണ് ആഗ്രഹം. ഞാൻ ദൗത്യങ്ങളിൽ നിന്ന് പിന്മാറുന്നു. എനിക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തോന്നുന്നില്ല. വെറുതെ മുറിയിൽ അടച്ച് തനിയെ ഇരിക്കണമെന്ന് തോന്നുന്നു. ഓടിയൊളിക്കുന്നവർ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന്, ജീവിത സാഹചര്യങ്ങളിൽ നിന്ന്, ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഓടിയൊളിക്കുന്നവർ. ആ യൗവനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഡിപ്രഷനുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്നു. ഈ ഭൂമിയിലായിരിക്കുന്ന സന്ദർഭത്തിൽ വിവിധ സംഘർഷങ്ങളെയും വിവിധ സാഹചര്യങ്ങളെയും പ്രതികൂലങ്ങളെയും അനുകൂലങ്ങളെയും എല്ലാം നേരിടുവാൻ വേണ്ടി സജ്ജമാക്കിയാണ് ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. ഇത് സ്വർഗമല്ല. ഇവിടെ പിശാചുണ്ട്, പാപമുണ്ട്, ഈ ലോകത്തിൽ ഒരുപാട് എതിരാളികളുണ്ട്. അതിൻ്റെ നടുവിൽ വിജയികളാകുവാൻ, ജേതാക്കന്മാരാകുവാൻ വേണ്ടി ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ ഓടിയൊളിക്കരുത്. ഒളി സങ്കേതങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കരുത്. തനിയെ ഞാൻ ഇരുന്നു കൊള്ളാം, എനിക്കാരും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തോട് നിഷേധാർത്ഥകമാകുന്ന നിലയിൽ സമീപിക്കരുത്. മടുപ്പുകളെ യേശുവിൻ നാമത്തിൽ ശാസിക്കുക. താല്പര്യരാഹിത്യം യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. മനസ്സുകൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഈ ഭൂമിയിൽ എന്തിനു വേണ്ടി ആയിരിക്കുന്നു എന്നുള്ള വെളിപ്പാടുകൾ ഇപ്പോൾ ലഭിക്കട്ടെ. ഈ വാക്യം ശ്രദ്ധിക്കുക. യിശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. എഴുന്നേറ്റു പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും, അവൻ്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. 100% കുറ്റരഹിതമായി പെർഫെക്റ്റായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചൊന്നും അല്ല ഇവിടെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ സന്ദേശം ഇസ്രയേലിനെ കുറിച്ചുള്ളൊരു സന്ദേശമാണ്. പുതിയ നിയമ വെളിപ്പാടിൽ ഈ സന്ദേശം സഭയ്ക്ക് വേണ്ടിയുള്ള സന്ദേശമാണ്. എന്നാൽ അതേപോലെ തന്നെ ഈ സന്ദേശം വ്യക്തിപരമായിട്ടും നമുക്ക് സ്വീകരിക്കുവാൻ കഴിയും. 100% കുറ്റരഹിതമായിട്ട്, തെറ്റുകളില്ലാതെ പെർഫെക്റ്റായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ മേലല്ല പ്രകാശം ഉദിക്കുന്നത്. കോളിംഗ് ഉള്ളവരുടെ മേലാണ് പ്രകാശം ഉദിക്കുന്നത്. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു എങ്കിൽ നിൻ്റെ മേലൊരു കോളിംഗ് ഉണ്ട്. ആ കോളിംഗ് ഉള്ള വ്യക്തികളുടെ മേലാണ് പ്രകാശം ഉദിക്കുന്നത്. ആ കോളിംഗ് ഉള്ള വ്യക്തി ഒളിവിൽ പോകരുത്. ഒളിവിൽ പോയ ചിലരുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധേയനാകുന്ന വ്യക്തി മോശയാണ്. പഴയ നിയമത്തിൽ മോശ. അദ്ദേഹത്തിന് കോളിംഗ് അമ്മയുടെ ഉദരം മുതൽ കോളിംഗ് ലഭിച്ച വ്യക്തിയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടു, ദൈവ പ്രവർത്തികൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. 20 ലക്ഷം ആളുകളെ വിടുവിക്കുവാൻ വേണ്ടി കർത്താവ് കണ്ട വ്യക്തിയാണ്. വലിയ ദൗത്യങ്ങളിലേക്ക് പ്രവേശിക്കേണ്ട വ്യക്തിയാണ്. എന്നാൽ ജീവിതത്തിൽ പരാജയം സംഭവിച്ചു. 40-ാമത്തെ വയസ്സിൽ തൻ്റെ ജനത്തെ വിടുവിക്കണമെന്നുള്ള ആഗ്രഹം തൻ്റെ ഉള്ളിൽ വന്നതിന് ശേഷമായിട്ട് അതിനുവേണ്ടി ശ്രമം നടത്തി പരാജയപ്പെട്ടു. പരാജയപ്പെട്ടതിൻ്റെ പേരിൽ അദ്ദേഹം ഒളിവിൽ പോയി. അടുത്ത 40 വർഷം എല്ലാം ഉപേക്ഷിച്ച് ജീവിതത്തിൽ ഇനി യാതൊരു പ്രതീക്ഷകളുമില്ലാതെ താൻ ഒളിവിൽ പോയി മിദ്യാന്യ മരുഭൂമിയിൽ കുറേ ആടുകളെ മേയിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. കോളിംഗ്
പൂർത്തീകരിക്കുവാൻ കഴിയാതെ, ദൈവം വിളിച്ച വിളി പൂർത്തീകരിക്കുവാൻ കഴിയാതെ ഒളിവിൽ പോകുന്നവർ അനേകർ, ഈ ശബ്ദം കേൾക്കുന്ന അനേകർ ഒളിവിൽ പോയിരിക്കുകയാണ്. അവരെ കുറിച്ച് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. അതെല്ലാം സ്റ്റോപ്പ് ചെയ്തു. ഇതൊന്നും എനിക്കിനി വേണ്ട, ഞാൻ ഇനിയും എങ്ങനെയെങ്കിലും ജീവിച്ച് തീർത്തേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദൗത്യങ്ങളിൽ നിന്ന് പിന്മാറിയവർ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നു എങ്കിൽ നിങ്ങളെ വീണ്ടും കർത്താവ് തിരികെ വിളിക്കുകയാണ്. നിങ്ങളുടെ ദൗത്യങ്ങളിലേക്ക് കർത്താവ് നിങ്ങളെ തിരികെ വിളിക്കുകയാണ്. നിങ്ങളോട് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുകയാണ്. കാണുന്നില്ലെങ്കിൽ പോലും, അറിയുന്നില്ലെങ്കിൽ പോലും, നിരാശയിലും ദുഃഖത്തിലും ഏകാന്തതയിലും ഇരിക്കുന്ന ഈ അവസരത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് പറയുന്നത്, വലിയ പ്രകാശം ഉദിച്ചിരിക്കുകയാണ്, വലിയ പ്രകാശം വന്നിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ ഒരു വലിയ ഉണർവ് സംഭവിച്ച സന്ദർഭത്തിൽ അവിടെ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട നല്ല റിസൾട്ട് എന്ന് പറയുന്നത്, ശുശ്രൂഷ അവസാനിപ്പിച്ച അനേകർ ശുശ്രൂഷയിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടി അവർ സമർപ്പിക്കുകയുണ്ടായി. ദൂരദേശങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട് അവർ ഇത് കണ്ടുകൊണ്ട്, മീഡിയയിൽ കണ്ടുകൊണ്ടാണ് അവർ പ്രതികരിച്ചത്. എന്നെ ഒരു യൗവനക്കാരൻ വിളിച്ചു പറഞ്ഞു, തൻ്റെ മേൽ ഒരു കോളിംഗ് ഉള്ള വ്യക്തിയായിരുന്നു, താൻ ശുശ്രൂഷയിലായിരുന്നു, ശുശ്രൂഷയിൽ നിന്ന് പിന്നോട്ട് പോയി, പിന്നീട് അങ്ങ് വിദേശ രാജ്യത്ത് പോയി, അവിടെ പോയി ഈ ജീവിതം ഒരു നിലയിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. പല സന്ദർഭങ്ങളിലും പലവിധമാകുന്ന സംഘർഷങ്ങളുണ്ട്. അതിൻ്റെ നടുവിലായിരുന്നപ്പോഴാണ് ഈ ബാംഗ്ലൂർ റിവൈവലുമായിട്ട് കണക്റ്റഡായി, മീഡിയയിലൂടെ കണക്റ്റഡായി കഴിഞ്ഞപ്പോൾ തൻ്റെ ഹൃദയത്തിൽ വീണ്ടും അത്ഭുത പ്രകാശം, അത്ഭുത പ്രേരണ, വീണ്ടും ശുശ്രൂഷയിലേക്ക് മടങ്ങി വരണം, വീണ്ടും ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടണം. അതൊരു അനുഭവം മാത്രമല്ല, അതേപോലെ വ്യത്യസ്ത അനുഭവങ്ങൾ കേൾക്കുവാൻ കഴിഞ്ഞു. ഈ സമയത്ത് തന്നെ ജീവിതം മടുത്തുപോയവർ, ശുശ്രൂഷയിൽ മടുത്തുപോയവർ മാത്രമല്ല, ജീവിതത്തിൽ തന്നെ മടുപ്പായിരിക്കുന്നു. ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല, ബിസിനസ് തകർന്നു, കുടുംബജീവിതത്തിൽ സ്വസ്ഥതയില്ലായ്മ, ഭാര്യയും ഭർത്താവും തമ്മിൽ എന്നും വഴക്ക്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഒരു നന്മയും കാണാൻ പോകുന്നില്ല, എല്ലാം അടഞ്ഞു, എല്ലാം തകർന്നു, എങ്ങനെയെങ്കിലും മുന്നോട്ട് പോയാൽ മതിയെന്ന് മടുത്തിരിക്കുന്നവരോട് ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് ഇടപെടുകയാണ്. ഒളിവിൽ പോകരുത്, ഒളിച്ചോടരുത്, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിലേക്ക് മടങ്ങി വരിക. നിങ്ങൾ പ്രകാശിക്കുവാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ തേജസ് നിങ്ങളുടെ മേൽ വരുന്ന സന്ദർഭമാണ്. ഒരു എവർ ഇൻക്രീസിങ് ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യുവാൻ പോകുന്നു. എവർ ഇൻക്രീസിങ്, ഒരിക്കലും അവസാനിക്കാത്ത ഒരു എവർ ഇൻക്രീസിങ് ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യുവാൻ പോകുന്ന ഈ സീസണിൽ ഒരു മടക്കയാത്രയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. വീണ്ടും എന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങളിലേക്ക് മടങ്ങി വരുന്നു, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്, എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. ഞാൻ ഒളിച്ചോടുകയില്ല, യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഞാൻ ഒളിച്ചോടുകയില്ല. നെഹമ്യാവ് മതിൽ പണിയാൻ വേണ്ടി വന്ന സന്ദർഭത്തിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ടായി. ആ പ്രതിസന്ധികളിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിരുന്നു സൻബല്ലത്തും തോബിയാവും. ഇത് കേട്ടോണം, നിങ്ങൾ ദൈവത്തിൻ്റെ ദൗത്യങ്ങളിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് വിരോധമായി വിരോധികൾ എഴുന്നേൽക്കും. രാജാവിൻ്റെ പ്രതിനിധിയായിട്ടാണ് നെഹമ്യാവ് യെരുശലേമിൽ വന്നിട്ട് യെരുശലേമിൽ ഈ പണിയുടെ നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലാണ് ഈ ബോധ്യം ലഭിച്ചത്. അങ്ങനെ അദ്ദേഹം വന്നാണ് ഈ പണി പുനരാരംഭിക്കുന്നത്. ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന മതിലുകളുടെ പണി പുനരാരംഭിക്കുകയാണ്. ഇതാ എഴുന്നേൽക്കുന്നു സൻബല്ലത്തും തോബിയാവും തനിക്ക് ശത്രുവായിട്ട് എഴുന്നേൽക്കുകയാണ്. ശത്രുക്കളുടെ ഒരു നിര തന്നെ എഴുന്നേറ്റ് വന്നിട്ട് ഇവരെ വാക്കുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ്. അവർ വിളിച്ച് പറയുകയാണ്, നിങ്ങളുടെ ഈ പണിയൊന്നും നടക്കത്തില്ല, ഈ പണി എല്ലാം ഇടിഞ്ഞു പോകും, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞു അവരെ വാക്കുകൾ കൊണ്ട് തളർത്തുകയാണ്. അങ്ങനെ വാക്കുകൊണ്ട് തളർത്തുവാൻ വേണ്ടി ശ്രമിച്ചിട്ടും ഇവർ തളരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ മറ്റു വെല്ലുവിളികൾ നടത്തുകയാണ്. നിന്നെ കൊല്ലാൻ, നെഹമ്യാവേ നിന്നെ കൊല്ലുവാൻ വേണ്ടി
ആളുകൾ വരുന്നു, നിന്നെ കൊല്ലുവാൻ വേണ്ടി രാത്രിയിൽ ആളുകൾ വരുന്നു എന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. എന്നാൽ അതിന് നെഹമ്യാവിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? നെഹമ്യാവിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ ഈ സംഭവങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. സൻബല്ലത്ത്, തോബിയ അവർ ആദ്യം കത്തുകളൊക്കെ അയക്കുകയാണ്. വേല നടക്കാതെ വണ്ണം, 9-ാം വാക്യം, വേല നടക്കാതെ വണ്ണം അവരുടെ ധൈര്യം ക്ഷയിച്ചു പോകണമെന്ന് പറഞ്ഞ് അവരൊക്കെയും ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ നോക്കി. അപ്പോൾ നെഹമ്യാവ് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ദൈവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ. നിങ്ങൾക്ക് വിരോധമായിട്ട് ആളുകൾ എഴുന്നേൽക്കുമ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ അതിൻ്റെ നടുവിൽ നിൽക്കുവാൻ കർത്താവിനോട് ചോദിച്ചാൽ മതി. എനിക്ക് ധൈര്യം നൽകി തരണമേ. 10-ാം വാക്യത്തിൽ, പിന്നെ ഞാൻ മെഹത്തേബേലിൻ്റെ മകനായ ദലായാവിൻ്റെ മകൻ ശമയാവിൻ്റെ വീട്ടിൽ ചെന്നു. അവൻ കതകടച്ച് അകത്തിരിക്കുകയായിരുന്നു. നാം ഒരുമിച്ച് ദേവാലയത്തിൽ മന്ദിരത്തിനകത്ത് കടന്നു വാതിലടയ്ക്കുക. നിന്നെ കൊല്ലുവാൻ വരുന്നുണ്ട്, നിന്നെ കൊല്ലുവാൻ അവർ രാത്രിയിൽ വരുമെന്ന് ഈ മനുഷ്യൻ പറയുകയാണ്. അതിന് നെഹമ്യാവിൻ്റെ പ്രതികരണം ശ്രദ്ധിക്കുക. അതിന് ഞാൻ, എന്നെ പോലെയുള്ള ഒരാൾ ഓടിപ്പോകുമോ? എന്നെ പോലെയുള്ള ഒരുത്തൻ ജീവരക്ഷയ്ക്കായി മന്ദിരത്തിലേക്ക് പോകുമോ? ഞാൻ പോകയില്ല എന്ന് പറഞ്ഞു. വാ, ഹല്ലേലൂയ. ഈ ധൈര്യമാണ് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും വ്യാപരിക്കേണ്ടത്. നിങ്ങൾ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിയവരാകുന്നുവെങ്കിൽ ഇപ്പോൾ ഒരു ധൈര്യം വരട്ടെ, ഒരു പ്രത്യേക ധൈര്യം നിങ്ങളുടെ ഉള്ളിലേക്ക് വരട്ടെ. നിങ്ങൾ തന്നെ ധൈര്യത്തോടുകൂടെ പറയട്ടെ, എന്നെ പോലെയുള്ള ഒരുവൻ ഇനി ഒളിവിൽ പോകുമോ? ഞാൻ എഴുന്നേൽക്കുകയാണ്. എൻ്റെ മനസ്സിനകത്ത് ഞാൻ എനിക്ക് വേണ്ടി ഒളി സങ്കേതങ്ങൾ സൃഷ്ടിക്കുകയില്ല. ഞാൻ ധൈര്യത്തോട് യാഥാർത്ഥ്യങ്ങളെ നേരിടുവാൻ വേണ്ടി എഴുന്നേൽക്കുകയാണ്. എന്നെ പോലെ ഒരുത്തൻ ഓടിപ്പോകുമോ? എന്നെ പോലെയുള്ള ഒരുത്തൻ ജീവരക്ഷയ്ക്കായി മന്ദിരത്തിലേക്ക് പോകുമോ? ഞാൻ പോകയില്ല എന്ന് ധൈര്യത്തോടുകൂടെ പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുക. ഈ സാഹചര്യങ്ങളെ കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം ഒരു പ്രത്യേക ബലം വ്യാപരിക്കട്ടെ. ഈ സെക്രിയ പ്രവാചകനോടും പറയുന്നുണ്ട്. ഈ ഭാഗം, നെഹമ്യാവിൻ്റെ ഭാഗം പറയുമ്പോൾ തന്നെ അവിടെ നിങ്ങളെ കൊണ്ടാണ് ദൈവം ഒരു കാര്യം ആരംഭിച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങളെ കൊണ്ട് തന്നെ അത് പൂർത്തീകരിക്കുവാൻ പോകുന്നു. കഴിഞ്ഞ ദിവസം എന്നെ ഒരു യൗവനക്കാരൻ വിളിച്ച് അദ്ദേഹത്തിലൂടെ ഒരു ബൈബിൾ കോളേജ് അങ്ങനെയുള്ള ട്രെയിനിങ് സെൻറ്ററിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ തുടങ്ങുവാൻ വേണ്ടി ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു. എന്നാൽ അവരുടെ കൂടെ പാർട്ട്നേഴ്സായിട്ട് നിൽക്കുന്നവരെല്ലാം എതിരായി. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇതെല്ലാം തട്ടിയെടുക്കാൻ വേണ്ടി ഒരു പദ്ധതി ഇട്ടു. ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഓർത്തുകൊള്ളുക, നിങ്ങളവിടെ ധൈര്യം ക്ഷയിച്ച് പിന്മാറരുത്. ഈ ദൗത്യത്തിന് ഇനി ഞാൻ മുന്നോട്ട് പോകുന്നില്ല. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ഭാരമെല്ലാം ഞാൻ ചുമക്കുന്നത്? ഞാൻ ഇതിനകത്തുനിന്ന് അങ്ങ് പുറകോട്ട് പോവുകയാണ് എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാതെ അവിടെ ധൈര്യം കർത്താവിൽ നിന്ന് സ്വീകരിച്ചതിന് ശേഷം ദൈവഹിതപ്രകാരം സ്റ്റെപ്പുകൾ വയ്ക്കുകയാണെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. നിന്നെ കൊണ്ട് ആരംഭിച്ച പണി കർത്താവ് നിന്നെ കൊണ്ട് തന്നെ പൂർത്തീകരിക്കുവാൻ പോകുന്നു. സെക്രിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം അത് കാണുന്നുണ്ട്. സെരുബാബേലിനോട് കർത്താവ് പറയുകയാണ്, സെക്രിയ പ്രവാചകൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 6-ാം വാക്യത്തിൽ, അവനോട് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ, സെരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവിത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സെരുബാബേലിൻ്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ സമഭൂമിയായിത്തീരും. അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. വാ, 9-ാം വാക്യം ശ്രദ്ധിക്കുക. 8 ചേർത്ത് വായിക്കുമ്പോൾ, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, സെരുബാബേലിൻ്റെ കൈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു, അവൻ്റെ കൈ തന്നെ അത് തീർക്കും. അടിസ്ഥാനമിട്ടിരിക്കുന്ന സെരുബാബേലെ, നിൻ്റെ കൈ തന്നെ ഈ പണി പൂർത്തീകരിക്കുന്ന നിലവാരത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പ്രതിസന്ധിയുടെയും എതിർപ്പിൻ്റെയും നടുവിൽ നിന്നോടൊപ്പം നിൽക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ശബ്ദം കേൾക്കുന്നവർ വിശ്വാസത്തോടു കൂടി ഇത് സ്വീകരിക്കണം. എന്നോടൊപ്പം യേശു നിൽക്കുവാൻ പോകുന്നു. ഞാനിതിനകത്തുനിന്ന് പിന്തിരിയുകയില്ല, പുറകോട്ട് പോകുകയില്ല, ഞാൻ മുന്നോട്ട് തന്നെ പോകും. ഞാൻ ഈ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ പോകുകയാണ്, ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ പോകുന്നു. ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഒരു ഡെസ്റ്റിനി ഉണ്ട്. ആ ഡെസ്റ്റിനിയിൽ ഞാൻ എത്തിച്ചേരുവാൻ പോകുകയാണ്. എൻ്റെ ഡെസ്റ്റിനിയെ തകർക്കുവാൻ വേണ്ടി, അവിടെ എത്താതിരിക്കുവാൻ വേണ്ടി
വേണ്ടി വന്നിരിക്കുന്ന വഴിതടസ്സങ്ങളെ ഞാനിപ്പോൾ കീഴ്പ്പെടുത്തുവാൻ പോകുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ മേലൊരു ധൈര്യം വരികയാണ്. എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക. പല യൗവനക്കാരും ഈ നിരാശയിലൊക്കെ പെട്ട് മുറിയടച്ചിരിക്കുന്നവരുണ്ട്. വലിയ കഴിവുള്ളവരാണ്. അവർ വിചാരിക്കുന്നത് ഒരു കഴിവുമില്ല, എൻ്റെ കഴിവുകളെല്ലാം പോയി, എന്നെ ഒന്നിനും കൊള്ളത്തില്ല. ആവശ്യമില്ലാത്ത ഭയങ്ങളും ആവശ്യമില്ലാത്ത നിരാശകളും നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, എഴുന്നേൽക്കുക, ഇപ്പോൾ തന്നെ എഴുന്നേൽക്കുക. നിങ്ങളെ പീഡിപ്പിക്കുന്ന ദുരാത്മാക്കളോട് ഞാൻ കൽപ്പിക്കുകയാണ് യേശുവിൻ നാമത്തിൽ. ഇപ്പോൾ ആ ദുരാത്മ സ്വാധീനത്തിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരായിത്തീരുന്നു. എഴുന്നേൽക്കുക. നിന്റെ പ്രകാശം വന്നിരിക്കുകയാണ്. നിന്റെ മേൽ ദൈവത്തിൻ്റെ തേജസ് ഉദിച്ചിരിക്കുകയാണ്. ഈ തലമുറയിൽ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുകയാണ്. ആ തകർച്ചകളുടെ നടുവിൽ നിന്ന് നീ പുറത്തു വരികയാണെങ്കിൽ അതിശക്തമായി ദൈവത്തിന് നിന്നെ ഉപയോഗിക്കുവാൻ കഴിയും. ഡ്രഗ്സിന് അടിമയായി തീർന്ന ഒരു യൗവനക്കാരൻ ചില വർഷങ്ങൾക്ക് മുന്നമേയാണ്. താൻ ഭ്രാന്തനെ പോലെയായി തെരുവുകളിൽ വസ്ത്രം ധരിക്കാതെ പോലും ആയിരിക്കുന്ന നിലവാരത്തിൽ ആ വ്യക്തിയായി തീർന്നു. ആ വ്യക്തിക്ക് ഇനിയും എന്തെങ്കിലും ഭാവിയുണ്ടോ? എന്നാൽ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുത്ത് അത്ഭുതകരമായി സൗഖ്യം സ്വീകരിച്ചതിന് ശേഷം ഇന്ന് വളരെ അറിയപ്പെടുന്ന ഉന്നതമാകുന്ന നിലയിലുള്ള ഒരു ബിസിനസ്സിൽ താനായിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾക്ക് ഉപകാരിയായി തീർന്നിരിക്കുകയാണ്. ആ ഡ്രഗ്സും അത് കൊണ്ടുവന്ന തിക്താനുഭവങ്ങളിലും കുടുങ്ങി നിരാശയിൽപ്പെട്ട് എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയല്ലോ എന്ന് കരുതി ജീവിതം അവസാനിച്ചിരുന്നുവെങ്കിൽ പ്രയോജനമില്ലാതെ പോകുമായിരുന്നു. എന്നാൽ ഇന്ന് നോക്കുമ്പോൾ എത്രമാത്രം ആ വ്യക്തി ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുന്നു, ആയിരക്കണക്കിന് ആളുകൾക്ക് ഉപകാരിയായിത്തീരുന്നു. നിങ്ങളുടെ അകത്ത് ആ ഒളിവിൽ പോയിരിക്കുന്ന, ഒളിച്ചോടിയിരിക്കുന്ന, യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിയിരിക്കുന്നവരോട് ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നിങ്ങളുടെ അകത്ത് അസാധാരണമാകുന്ന ചില ദൈവകൃപകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങളൊരു അസാധാരണ മനുഷ്യനാകുന്നു. ആ ഒരു തിരിച്ചറിവിലേക്ക് വരുവാൻ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ ഭാവി ഒന്നും നടന്നില്ലല്ലോ, ഞാൻ പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ. ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്രത്യക്ഷമായിട്ട് നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. പൗലോസിൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ ചിലത് കൊഴിഞ്ഞു വീണതുപോലെ ഇപ്പോൾ ഞാൻ ഈ വചനം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ നിരാശയിലേക്ക് പോയ, യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിയ ചിലരുടെ കണ്ണുകളിൽ നിന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നീങ്ങിപ്പോയിട്ട് അവർ കാണേണ്ടതുപോലെ, എന്താണ് ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് അത് കാണേണ്ടതുപോലെ അവരുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ഈ പത്മോസ് ദ്വീപിലായിരുന്ന യോഹന്നാന് തൻ്റെ ജീവിതത്തിൽ എല്ലാം മടുത്തു, ഇനിയിപ്പം ഒരു പ്രയോജനവുമില്ല, ഇങ്ങനെ ആയിപ്പോയല്ലോ, വാർദ്ധക്യകാലത്ത് ഞാനിതാ നീറോ ചക്രവർത്തി എന്നെ ഇവിടെ ഈ പത്മോസ് ദ്വീപിലാക്കിയിരിക്കുന്ന, എല്ലാം തീർന്നല്ലോ എന്ന് കരുതി കുത്തിയിരുന്ന് നിരാശപ്പെട്ട് പദം പറഞ്ഞുകൊണ്ടിരുന്നിരുന്നുവെങ്കിൽ നമുക്കിന്ന് വെളിപ്പാട് പുസ്തകം കിട്ടുമോ? നിനക്കുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ നിരാശാജനകമാകുന്ന സാഹചര്യം എന്ന് പറയുന്നത് നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലുകളും വലിയ അനുഗ്രഹങ്ങളും പുറപ്പെടുവാൻ പോകുന്ന സാഹചര്യമെന്ന് മനസ്സിലാക്കുക. ഹല്ലേലൂയ. ഈ വെളിപ്പാട് പുസ്തകത്തിലെ ഒരു വാക്യം ഞാൻ വീണ്ടും വീണ്ടും ആലോചിക്കുന്ന, ആവർത്തിച്ച് ചിന്തിക്കുന്നൊരു വാക്യമാണ്. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിൽ ഇപ്പോൾ യോഹന്നാൻ ഒരു 90-ലധികം വയസ്സായി. യോഹന്നാൻ ഇപ്പോൾ ആയിരിക്കുന്നത് പത്മോസ് ദ്വീപിലാണ്. ഇനിയും എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? പത്മോസ് ദ്വീപിൽ നിന്ന് മടങ്ങിപ്പോകുകയോ എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യുകയോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ആ വ്യക്തിയോട് വെളിപ്പാട് പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ ദൂതൻ പറയുകയാണ് 11-ാം വാക്യത്തിൽ, അവൻ എന്നോട് നീ ഇനിയും അനേകം വംശങ്ങളെ, ഇതാണ് എന്നെ ആവർത്തിച്ച് ചിന്തിപ്പിക്കുന്ന ഒരു വാക്യം. 90 വയസ്സുള്ള ഒരു മനുഷ്യനോട് പറയുകയാണ്, നീ ഇനിയും അനേക വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഇത് വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയും? നിങ്ങളുടെ പ്രവചന ശുശ്രൂഷ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങളുടെ പ്രവചന ശുശ്രൂഷ ആരംഭിക്കുവാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങളുടെ പ്രസംഗ ശുശ്രൂഷ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങൾ പറയുമായിരിക്കും, ഞാൻ 20 വർഷമായിട്ട് പ്രസംഗിക്കുന്നു പാസ്റ്ററേ, ഇപ്പം ഞാൻ നിരാശയിലായിപ്പോയി, ഞാനിപ്പോൾ ഒളിച്ചോടിയിരിക്കുകയാണ്, എനിക്കൊന്നും വയ്യ. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾക്ക് വീണ്ടും
പുതിയ തുടക്കത്തെ കർത്താവ് തരികയാണ്. നിങ്ങളുടെ പ്രവചന ശുശ്രൂഷ ആരംഭിക്കുവാൻ പോകുന്നു. നിങ്ങളുടെ പ്രസംഗ ശുശ്രൂഷ വീണ്ടും ആരംഭിക്കുവാൻ പോകുന്നു, അല്ലെങ്കിൽ അത് ആവർത്തിക്കുവാൻ പോകുന്നു. നിങ്ങൾ പണ്ട് പ്രസംഗിച്ചതിനേക്കാളും മൂർച്ചയോടുകൂടെ പ്രസംഗിക്കുവാൻ പോകുന്നു. നിങ്ങളുടെ ബിസിനസ് വീണ്ടും പച്ചപിടിക്കുവാൻ പോകുന്നു, മെച്ചമാകുവാൻ പോകുന്നു. അത്ഭുതങ്ങൾ, ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നതിനാൽ വിശ്വസിക്കുക. ഇനിയും അനേകം വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് ഞാൻ പ്രവചിക്കും. വാതുറന്നത് വിളിച്ചു പറയുക. യിശയ്യാപ്രവാചകന്റെ പുസ്തകം 60-ാമത്തെ അധ്യായത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ് എങ്കിൽ ആ അധ്യായം മുഴുവൻ തന്നെ തേജസ്സിൻ്റെ അധ്യായമാണ്. നിരാശയിലും ദുഃഖത്തിലും ആയിരിക്കുന്നവർ, ഒളിച്ചോടിയവർ, ഇനിയൊന്നും സംഭവിക്കുകയില്ല എന്ന് പറയുന്നവർ, ചില വാക്യങ്ങൾ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നീ വീണ്ടും ആ പ്രകാശത്തെ സ്വീകരിച്ചുകൊണ്ട് പ്രകാശിക്കുവാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ, എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ സംഭവിക്കുവാൻ പോകുന്നത് 5-ാം വാക്യത്തിൽ, അപ്പോൾ നീ കണ്ടു ശോഭിക്കും, നിന്റെ ഹൃദയം പിടച്ചു വികസിക്കും. നിന്റെ ഹൃദയം പിടച്ചു വികസിക്കും. സമുദ്രത്തിൻ്റെ ധനം നിന്റെ അടുക്കൽ ചേരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. 10-ാം വാക്യം, അന്യജാതിക്കാർ നിന്റെ മതിലുകളെ പണിയും. അവരുടെ രാജാക്കന്മാർ നിനക്ക് ശുശ്രൂഷ ചെയ്യും. റേക്കിസബത്തനി, എൻ്റെ ക്രോധത്തിൽ ഞാൻ നിന്നെ അടിച്ചു, എങ്കിലും എൻ്റെ പ്രീതിയിൽ എനിക്ക് നിന്നോട് കരുണ തോന്നും. 14-ാം വാക്യം, നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും, നിന്നെ നിന്ദിച്ചവരൊക്കെയും നിന്റെ കാൽ പിടിച്ച് നമസ്കരിക്കും. ഹല്ലേലൂയ, ഗ്ലോറി 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 ഗ്ലോറി, ഹല്ലേലൂയ. 22-ാമത്തെ വാക്യം, അവസാന വാക്യം, കുറഞ്ഞവൻ 1000-ആയും ചെറിയവൻ മഹാജാതിയായി തീരും. ചെറിയവൻ മഹാജാതിയുമായി തീരും. കുറഞ്ഞവൻ 1000-ഉം ചെറിയവൻ മഹാജാതിയുമായി തീരും. യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. വേഗത്തിൽ ഇത് സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആ ഒളിസങ്കേതങ്ങളിൽ നിന്ന് പുറത്തു വന്ന് യാഥാർത്ഥ്യങ്ങളെ നേരിടുവാനുള്ള ധൈര്യം സ്വീകരിച്ചുകൊണ്ട് ഞാനിതാ എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ പോകുന്നു. എൻ്റെ പ്രകാശം വന്നിരിക്കുന്നു, ഞാനിനി ഒതുങ്ങുകയില്ല, എനിക്കൊരു മടങ്ങിവരവ് യേശു നൽകിത്തരികയാണ് എന്നുള്ള ആ വലിയ സത്യം നടപ്പിലാക്കുവാൻ നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ, കുറഞ്ഞവൻ 1000-ഉം ചെറിയവൻ മഹാജാതിയുമായി തീരും. യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ നല്ല നിമിഷങ്ങളിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓ ഹല്ലേലൂയ, ഒരു വലിയ റെസ്റ്റോറേഷൻ ഓരോരുത്തരിലും സംഭവിക്കട്ടെ, ഒരു വലിയ മടങ്ങി വരവ് സംഭവിക്കട്ടെ. നഷ്ടങ്ങളെ പരിഹരിക്കുന്ന ഒരു അഭിഷേകം ഇപ്പോൾ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ വന്നു വീഴട്ടെ. ഇരുണ്ട അനുഭവങ്ങൾ, ഏകാന്തതയുടെ അനുഭവങ്ങൾ, നിരാശയുടെ അനുഭവങ്ങൾ എല്ലാം തീർന്നു, ഇനിയൊന്നും നടക്കുകയില്ല, എല്ലാം കഴിഞ്ഞു. അങ്ങനെ പ്രതീക്ഷകളെ നഷ്ടപ്പെടുത്തുന്ന സകലവിധമാകുന്ന സ്വാധീനങ്ങളും യേശുക്രിസ്തുവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെ വിട്ടുപോകട്ടെ. ഒരു വലിയ പ്രതീക്ഷ ഇപ്പോൾ അവരുടെ ഉള്ളിലേക്ക് വരട്ടെ. പ്രത്യാശ ഇപ്പോൾ അവരുടെ ഉള്ളിലേക്ക് വരട്ടെ. വലിയ വെളിച്ചം ഇപ്പോൾ അവരെ വന്ന് മൂടട്ടെ. ഇപ്പോൾ തന്നെ ഒരു തീ അവരുടെ മേൽ ഇറങ്ങട്ടെ. അഭിഷേകത്തിൻ്റെ ഒരു തീ അവരുടെ മേൽ ഇറങ്ങട്ടെ. എല്ലാ ദുഷ്ടൻ്റെ പദ്ധതികളും കത്തിപ്പോകട്ടെ. അവർക്ക് വിരോധമായി നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പിശാചിൻ്റെ ശബ്ദങ്ങളെ ഞാൻ ഓഫ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രിയപ്പെട്ടവരെ പ്രകാശം മൂടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വ്യക്തതയോടുകൂടെ കാണുന്നു. മുൻപിൽ യേശു അവർക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്നത് വ്യക്തതയോടുകൂടെ അവർ കാണുവാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് കർത്താവരെ കൊണ്ടുവന്നിരിക്കുന്നതിനാൽ ധൈര്യത്തോടുകൂടി എഴുന്നേറ്റ് ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുവാൻ ഇപ്പോൾ അവർക്ക് അങ്ങ് മുന്നേറ്റം കൊടുക്കുന്നുവല്ലോ. വളരെ വേഗത്തിൽ അങ്ങ് ചില കാര്യങ്ങൾ ചെയ്യുവാൻ പോകുന്നു. കുറഞ്ഞവൻ 1000-ഉം ആമേൻ ചെറിയവൻ മഹാജാതിയുമായി തീരുന്ന ഒരു വലിയ അത്ഭുത പ്രവൃത്തിയെ കർത്താവ് ശീഘ്രമായി ചെയ്യുവാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. രോഗികൾ ഇപ്പോൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. മോണസംബന്ധമാകുന്ന രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ യേശുക്രിസ്തുവിൻ നാമത്തിൽ. കയ്യിലുണ്ടായിരിക്കുന്ന പരുക്കൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ യേശുക്രിസ്തുവിൻ നാമത്തിൽ. രോഗികളുടെ മേൽ യേശുവിൻ്റെ കരം വരുന്നു, ആടിപ്പഴുതുള്ള കരം വരുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. അങ്ങ് മഹാത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു.
അത്ഭുത വഴികളെ, വാതിലുകളെ തുറക്കുന്നതിനായി സ്തോത്രം. ജോലിയില്ലാത്തവർക്ക് ജോലിയുടെ വഴികളെ തുറക്കുന്നതിനായി സ്തോത്രം. വിവാഹം നടന്നിട്ടില്ലാത്ത കുഞ്ഞുങ്ങളുടെ വിവാഹം കർത്താവേ യാമീൻ വേഗത്തിൽ നടക്കാൻ പോകുന്നതിനാൽ അതിനുവേണ്ടിയുള്ള അത്ഭുതങ്ങളെ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ മസുഫിറ്റല റബാഹുസൈറ്റിൽ നയമതറകശനി അത്ഭുതങ്ങൾ 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 ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സ്വീകരിക്കുക. സകല മഹത്വം അങ്ങയ്ക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. Amen. Glory to Jesus. Hallelujah. ഈ ആലോചനകളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സ് കാണിക്കണമേ. ഈ ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കും. God bless you. Amen. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.